ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഓഗസ്റ്റ് 6, ക്രിസ്തുനാഥൻ്റെ രൂപാന്തര സന്ദർഭത്തിൻ്റെ അനുസ്മരണയാണ് മറുരൂപ പെരുന്നാൾ. 9 ശിഷ്യന്മാരെ ഉയർന്ന കുന്നിൻ്റെ താഴ്വരയിലിരുത്തി അവശേഷിക്കുന്ന 3 പേരോടൊന്നിച്ച് ക്രിസ്തു ആ പ്രഭാതത്തിൽ ഉയർന്ന മല കയറി. നിമിഷങ്ങൾക്കകം ക്രിസ്തു രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ മറ്റേതു മനുഷ്യർ ഉപയോഗിക്കുന്നതിലും വെണ്മയാർന്ന വസ്ത്രമായി ക്രിസ്തുവിൻ്റെ വസ്ത്രം രൂപഭേദം സംഭവിച്ചു. ഒപ്പം പഴയ നിയമത്തിലെ 2 ഇതിഹാസ നായകന്മാരും അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. ദൈവജനത്തിന് കനാനിലേക്കുള്ള വഴി ഒരുക്കിക്കൊടുത്ത മോശ ജനിച്ചു എങ്കിലും ഇന്നും മരിച്ചിട്ടില്ലാത്ത ആത്മീക ലോകം അങ്ങനെ വിലയിരുത്തുന്ന പ്രവാചകന്മാരിൽ അഗ്രഗണ്യ ഏലിയാവ്. അവർക്കിടയിലുള്ള സംസാരം ശ്രദ്ധിക്കാതെ ശിഷ്യരിൽ മൂപ്പൻ പത്രോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ 3 കുടിലുകൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, മറ്റൊന്ന് ഏലിയാവിന്. ഗുരുനാഥൻ്റെ കൂട്ടിന് മല ചവിട്ടിക്കയറിയ ആ ശിഷ്യർ അവരുടെ കാര്യം മറന്നുപോയി. മോശയ്ക്കും ഏലിയാവിനും ക്രിസ്തുവിനും വേണ്ടി മാത്രം അധ്വാനിക്കുവാനുള്ള ആഹ്വാനമാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്. ഈ ശിഷ്യ സമൂഹത്തിൻ്റെ മാനസിക അവസ്ഥയാണ് വാസ്തവത്തിൽ ഒരു ഭക്തനിൽ ശക്തമാകേണ്ടത്. കൂടെ നിൽക്കുന്നവർക്കായി കരുതുവാൻ പരസ്യമായി ആഹ്വാനം ചെയ്ത ശിഷ്യക്കൂട്ടം സ്വന്തം കാര്യം മറന്നുപോയി. ഈ സ്വയം മറക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ശിഷ്യത്വത്തിൻ്റെ ലക്ഷണം, ആത്മീകതയുടെ വളർച്ചയുടെ ആദ്യ പടി. അനാഥ കുഞ്ഞുങ്ങളെ ഊട്ടി ഉറക്കിയ മദർ തെരേസ കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് അന്നമുണ്ണാൻ ഒരുങ്ങുമ്പോൾ ഓർത്തു, അയ്യോ, ആ അവസാന ധാന്യമണിയും വിശന്നലഞ്ഞു വന്ന ആ അവസാന കുഞ്ഞിന് നൽകിയിട്ടല്ലേ ഞാൻ പോന്നത്. ഇനിയും ഒന്നും ആ അന്നക്കലത്തിൽ കാണില്ല. സ്വയം മറന്നുപോയ ഒരമ്മ. നിസ്വാർത്ഥത എന്നാണ് ആ സ്വയം മറന്നുപോകുന്ന അവസ്ഥയ്ക്ക് പറയേണ്ടത്. സ്വാർത്ഥതയും തന്നിഷ്ടവും അഹബോധത്തിൻ്റെ ഉണർവും സത്യത്തിൽ ഒരു മനുഷ്യനിൽ എന്ന് എപ്പോൾ പൂർണ്ണമായി ഇല്ലാതാകുന്നുവോ അന്നു മാത്രമേ അവനിൽ ആത്മീകത അങ്കുരിക്കുകയുള്ളൂ. ഞാനെന്ന ഭാവം, എനിക്ക് മാത്രമെന്ന ചിന്ത, ഇത് സത്യത്തിൽ ആത്മീകതയിലെ മൂല്യച്ചുഴിയുടെ ആരംഭമാണ്. ഇക്കാര്യത്തിൽ എനിക്കല്ല പ്രാധാന്യം, നിനക്കാണ് എന്ന് ഹൃദയത്തിൽ നനച്ച അബ്രഹാം സഹോദരപുത്രനായ ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. അവൻ വളരണം, ഞാനോ കുറയണം എന്ന സ്നാപക മനോഗതിയാണ് യഥാർത്ഥ ആത്മീകത. എനിക്ക് ലഭിച്ച കസേര എൻ്റെ മരണം വരെ അത് എനിക്ക് മാത്രം. എൻ്റെ ജീവിതകാലത്ത് ആ കസേരയിലിരിക്കുവാൻ ആർക്കും യോഗ്യതയില്ല എന്ന മൂഢമായ ചിന്ത സമൂഹത്തിൻ്റെ ഉന്നതിയെ ബാധിക്കും, ആത്മീകതയെ തകർക്കും, പുരോഗമനത്തെ തച്ചുടയ്ക്കും. മറുരൂപമലയിൽ വെച്ച് ശിഷ്യർ ചിന്തിച്ചതുപോലെ സത്യത്തിൽ പൂർണ്ണനായ ക്രിസ്തു ശിഷ്യരും ചിന്തിക്കും. എനിക്കല്ല പ്രാധാന്യം, നിനക്കാണ് ശ്രേഷ്ഠത എന്ന് ഹൃദയപൂർവ്വം പറയുവാൻ കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥ ആത്മീകത. ആ ആത്മീക ചൈതന്യത്തിലേക്കാണ് ഓരോ ഭക്തനും വളരേണ്ടത്. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ വരം നമുക്ക് ആവശ്യം. ആത്മീകതയിൽ നമുക്കും വളരാം. ശുഭദിനം ആശംസിക്കുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നന്ദി.